നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2026 ജൂലൈ മാസം 18-ാം തീയതി 1201 ആണ്ട് കർക്കടക മാസം 2-ാം തീയതി ശനിയാഴ്ച. ഇന്ന് ശനിയാഴ്ചയാണ്. പൂരം നക്ഷത്രമാണ്. പൂരം നക്ഷത്രം ആണ് ഇന്ന്. ശനിയാഴ്ചയും പൂരം നക്ഷത്രമാണ്. പൂരം നക്ഷത്രം ശുഭനക്ഷത്രമാണെങ്കിൽ പോലും ഇന്ന് ശനിയാഴ്ചയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം അത്ര ശുഭപ്രദമല്ല. അപ്പോൾ ശുഭകാര്യങ്ങൾക്ക് അനുകൂലപ്രദമായ സമയമല്ല. അതുകൊണ്ട് ഓരോ കാര്യങ്ങളും അത്ര ഭംഗിയായി വരത്തില്ല. കാര്യങ്ങൾ തടസ്സത്തിലൂടെ കടന്നു പോകും. നമുക്ക് പുരോഗതിയെ ബാധിക്കുന്ന സമയമാണ് ഈ സമയം. ഇവിടെ ജാതകപ്രകാരവും നോക്കുമ്പോൾ ശനിയുടെ ബന്ധം നിൽക്കുന്ന സമയം പലതരത്തിലുള്ള അസ്വസ്ഥതകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇന്നത്തെ ദിവസം അത്ര കണ്ട് നല്ലതല്ല. അതുകൊണ്ട് ശുഭകാര്യങ്ങൾ ആകിലും ചെയ്യാതിരിക്കുക. പിന്നെ കർക്കിടക മാസത്തിലെ പൂരം നക്ഷത്രം ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ വളരെ മോശപ്രദമായ ഒരു വർഷമാണ് നിങ്ങൾക്കെന്ന് അറിയുക. സാമ്പത്തിക നഷ്ടം, ശാരീരിക ബുദ്ധിമുട്ട്, കാര്യതടസ്സം, രോഗാദി ദുരിതങ്ങൾ, ബന്ധു വിയോഗം, ബന്ധുക്കളുടെ അപ്രീതിക്ക് പാത്രീഭവിക്കുക, പലതരത്തിലുള്ള അപഖ്യാതിക്ക് പാത്രീഭവിക്കുക, അപകടങ്ങൾ ഉണ്ടാവുക, ഇതിനൊക്കെ ഇടവരുന്ന സമയമാണ്. അതുകൊണ്ട് നമ്മൾ വളരെ പ്രാർത്ഥനയോടുകൂടി ഇരിക്കണം. ശനിദേവൻ തരും പോലെ ഒരു ഗ്രഹം തരത്തില്ല. ശനി ഒരാളിനെ ബുദ്ധിമുട്ടിക്കുന്നത് പോലെ ബുദ്ധിമുട്ടിക്കുകയില്ല. ശനിയെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ശാസ്താവിന് ശനിയാഴ്ച ദിവസങ്ങളിൽ നീരാഞ്ജനം കത്തിക്കണം. ശനി വ്രതം നോക്കണം. അതേപോലെ സൂര്യഭഗവാനെ തൊഴണം. ശനീശ്വര യന്ത്രം ദേഹരക്ഷയായി ധരിക്കണം. പ്രൊട്ടക്ഷൻ ഒരു വർഷത്തേക്ക്. ഇത്രയും ചെയ്ത് പോകുമ്പോൾ ഈ ദോഷത്തിൻ്റെ കാഠിന്യം കുറയും. 50% ദോഷം കുറയും. അതുപോലെ ഇന്ന് നല്ല സമയമല്ല. ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും രാഹുകാല സമയം നോക്കി യാത്ര തിരിക്കണം. രാഹു എന്ന് പറയുമ്പോൾ സർപ്പമാണ്. സർപ്പത്തിന് മുമ്പിൽ ചെന്ന് പെടാതിരിക്കുക. മുമ്പ് ചെന്ന് പെടണമെങ്കിൽ ആ സമയത്ത് സഞ്ചരിച്ചാലേ വരുള്ളൂ. 9 മുതൽ 10:30 മണി വരെ എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും അരമണിക്കൂറോളം വ്യത്യാസത്തിലാണ് രാഹുകാലം കടന്നു പോണേ. ഇവിടെ രാഹുകാല സമയം വന്നിരിക്കുന്നത് തന്നെ 9:23 തൊട്ട് 10:57 വരെ. അപ്പോൾ ഏകദേശം അരമണിക്കൂറോളം വ്യത്യാസത്തിലാണ് കടന്നു പോണേ. അത് ശ്രദ്ധിച്ച് രാഹുകാലം എടുക്കുക. അതുപോലെ ഒരു കാര്യത്തിനും കൊള്ളാത്ത 2 സമയങ്ങളാണ് ഗുളിക കാല സമയവും യമകണ്ഠ കാല സമയവും. ഗുളികനും യമകണ്ഠനും. ഈ സമയം അത്ര കണ്ട് ഐശ്വര്യപ്രദമായ സമയം അല്ല. ഒരു ശുഭകാര്യത്തിന് നല്ലതല്ല. ഗുളികൻ്റെ ബന്ധം നിൽക്കുന്ന സമയം 6:15 തൊട്ട് 7:49 വരെയും യമകണ്ഠ കാല സമയം വരുന്നത് 2:06 തൊട്ട് 3:36 വരെയും. ഈ സമയം ഒരു ശുഭകാര്യത്തിനും എടുക്കരുത്. കാരണം ഇവർ രണ്ടുപേരും നമ്മളെ ശുഭകാര്യങ്ങളെ എതിർക്കും, നെഗറ്റീവ് ആക്കും. അതുപോലെ ഇന്നത്തെ ദിവസം കൊള്ളൂല എന്ന് ഞാൻ പറഞ്ഞെങ്കിൽ പോലും ചിലപ്പോൾ ഇന്നത്തെ ദിവസം പല കാര്യങ്ങളും ഇന്നേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന അവസ്ഥ വരികയാണെങ്കിൽ നിങ്ങൾ അഭിജിത്ത് മുഹൂർത്തത്തിന് പ്രാധാന്യം കൊടുക്കണം. 12:05 തൊട്ട് അഭിജിത്ത് മുഹൂർത്തം തുടങ്ങും. 12:53 വരെ അഭിജിത്ത് മുഹൂർത്തത്തിൻ്റെ സമയമാണ്. 48 നേരം. ഇതിലിടയ്ക്ക് ഒരു 4 ഒഴിച്ച് ബാക്കി സമയം അഭിജിത്ത് മുഹൂർത്തം ഉപയോഗിക്കാം. അതേപോലെ ജാതക പ്രകാരവും പുരോഗതിക്കും ഉയർച്ചയ്ക്കും ഉന്നതിക്കും ഒക്കെ ഇടവരുന്ന അവസ്ഥാവിശേഷം ജാതകപ്രകാരം വന്നിട്ടുണ്ട്. നേട്ടഭാവത്തെ കൊടുക്കുന്ന സമയം ആണ് ഈ സമയം. അപ്പോൾ ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും ശ്രദ്ധിക്കേണ്ടത് വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കണം. അപ്പം നമുക്ക് പോസിറ്റീവ് എനർജി
നമ്മളിലേക്ക് വലിച്ചെടുക്കാൻ സഹായിക്കും. നെഗറ്റീവിനെ പുറന്തള്ളാൻ സഹായിക്കും വസ്ത്രധാരണത്തിന്. നീല തുണിയോ കറുത്ത തുണിയോ വസ്ത്രത്തിൽ ഉൾപ്പെടുത്തുക. നീല വസ്ത്രം കറുത്ത വസ്ത്രം ധരിക്കുന്നത് ഏറ്റവും നല്ലതാണ്. അല്ലെങ്കിൽ ഒരു കർച്ചീപ്പായിട്ടെങ്കിലും നമുക്ക് കറുത്തോ നീലയോ ആയിട്ടുള്ള വസ്ത്രം ധരിക്കുന്നത് ഭാഗ്യദായകമായി തീരും. ഇന്നത്തെ ദിവസം എല്ലാവർക്കും ശനീശ്വരൻ്റെ അനുഗ്രഹത്താൽ നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.